ഞങ്ങളൊരു കുടുംബയോഗത്തിന് വിളിച്ചു നോക്കണ്ടേ, ഒരു ഓഡിറ്റോറിയവും മതിയാവില്ല, ഒരു മൈതാനവും മതിയാവില്ല എന്നൊക്കെ വർത്താനം പറയുന്ന ആളുകളുണ്ട്. ഞങ്ങളെ കുടുംബത്തിൽ നിന്നൊന്നും ആ കുടുംബത്തിലേക്ക് കല്യാണം കൊടുക്കാൻ പറ്റൂല, കാരണം അതിനൊന്നും ആരും വളർന്നിട്ടില്ല. ഇങ്ങനെ നെസബിന്റെ പേരിൽ, തറവാടിന്റെ പേരിലൊക്കെ എന്ത് പറയുന്ന ആളുകളുണ്ട്. ഈ വിധത്തിലുള്ള മോശപ്പെട്ട രൂപത്തിലുള്ള സംസാരിക്കുന്ന ആളുകളുണ്ട് നമ്മുടെ നാട്ടിലൊക്കെ. ഒരു കാലഘട്ടത്തിൽ, ഇപ്പോഴൊക്കെ കുറെ കുറഞ്ഞു. വാസ്തവത്തിൽ മനുഷ്യ, നിനക്ക് എന്താണ് അങ്ങനെ തറവാടിത്തത്തിന്റെയും കുലമഹിമയുടെയൊക്കെ പേര് പറയാൻ എന്ത് അധികാരം ഉള്ളത്? നമുക്കതിനൊക്കെ അധികാരം ഉണ്ടോ എന്നാണ് വാസ്തവത്തിൽ. വെളിയങ്കോട് ഉമർ ഖാദി എന്നറിയപ്പെടുന്ന ഒരു മനുഷ്യരുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ കാലത്ത് ഈ ജാതീയതയുടെ പേരിലും അതുപോലെ തന്നെ മുസ്ലിം ഉമ്മത്തിൽ ഈ തറവാടിത്തത്തിന്റെ പേരിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കല്യാണവും കഴിപ്പിക്കലും കൊടുക്കലും ഒക്കെ അല്ലാതെ ആളുകൾ വല്ലാതെ അതിന്റെ പേരിൽ ഫഖർ പറഞ്ഞിരുന്ന ഒരു കാലത്ത് അദ്ദേഹം ഒരു കവി കൂടിയായിരുന്നു. അദ്ദേഹം പറഞ്ഞ ഒന്ന് രണ്ട് കവിതകൾ അദ്ദേഹത്തിന്റെ ചരിത്ര ഗ്രന്ഥങ്ങൾ നമുക്ക് വായിച്ചെടുക്കുവാൻ സാധിക്കും. അദ്ദേഹം പാടി അന്നത്തെ സമൂഹത്തെ ഓർമ്മപ്പെടുത്തുവാൻ വേണ്ടി അദ്ദേഹം അവരുടെ മുമ്പിൽ ഒരു കവിതാശകലം ചൊല്ലി എന്നാണ്. അയാ ഫാഖിറൻ ബിൻ നസബി കൈഫ തഫാഖുറു വസുലൂകുമു മിൻ ഖബ്ലു തിയം വനായരു വആശാരി മൂശാരി വമണ്ണാനു പാണരു വകൊയപ്പാനു ചെട്ടീവ നായാടി പറയരൂ. അറബി മലയാളവും കൂടി ചേർത്തിട്ട് അദ്ദേഹം അന്ന സമൂഹത്തിലുണ്ടായിരുന്ന ആ ഒരു ജീർണതയെ അതിശക്തമായി അദ്ദേഹം എതിർത്ത വരികളാണ്. എന്താ അതിന്റെ അർത്ഥം എന്നറിയോ? അയാ ഫാഖിറൻ ബിൻ നസബി, ഈ തറവാടിത്തത്തിന്റെയും കുടുംബമഹിമയുടെയും മഹിമയുടെയൊക്കെ പേര് പറഞ്ഞിട്ട് ഫഖർ നടിക്കുന്ന മനുഷ്യ, കൈഫ തഫാഖുറു, നിനക്ക് എങ്ങനെ അത് പറയാൻ കഴിയുന്നു? എന്ത് തറവാടാ നിനക്കുള്ളത്? നിന്റെ ഒരു 4 വാപ്പപ്പാപ്പന്മാരെ നിന്റെ പേര് ചോദിച്ചാൽ എനിക്ക് പറയാൻ കഴിയുമോ? എൻ്റെ ഉപ്പാടെ പേര് എനിക്ക് ചോദിച്ചാൽ പറയാൻ കഴിയും. ഏറി വന്ന വെല്ലിപ്പാടെ പേര് പറയും. നമ്മൾ ഓരോരുത്തരും ആലോചിക്ക്, നമുക്ക് നമ്മളപ്പാടെ പേരെന്തായാലും അറിയാം, വല്ലിപ്പാന്റെ പേരറിയാം. വെല്ലിപ്പാന്റെ പാപ്പാന്റെ പേര് ഇവിടെ എത്ര ആൾക്കറിയാം? നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ തന്നെ ആലോചിച്ചത് അറിയൂല. അവിടെ നിന്ന് അങ്ങോട്ട് 1ഉം 2ഉം 3ഉം ഒക്കെ വല്ലിപ്പമാർ, അത്രയൊന്നും പോകേണ്ടി വരൂല. അങ്ങനെ പോയി കഴിഞ്ഞാൽ നിന്റെ അവസ്ഥ എന്താ? അസുലുക്കും, നിന്റെ അസുല് തെരഞ്ഞു നോക്കാൻ നിന്നാൽ മിൻ ഖബ്ലു, നീ മുമ്പ് ആരായിരിക്കും? തീയന്മാരായിരിക്കും. നായരായിരിക്കും. ആശാരി, മൂശാരി, മണ്ണാൻ, പാണൻ, കൊയപ്പാൻ, ചെട്ടിയേര്, നായാടി, പറയൻ, ഇതൊക്കെ ആയിരിക്കും നിന്റെ അസലിലേക്ക് എത്തുക. എന്നിട്ടാണോ നീ ഇപ്പം അങ്ങനെ ഓരോരുത്തരെ കല്യാണം അന്വേഷിക്കുമ്പോൾ എൻ്റെ തറവാട് ഏതാ, ഓളെ തറവാട് ഏതാ, ഓൾക്ക് എത്ര, എന്താ ഓളെ കബീല, ഇതൊക്കെ ചോദിക്കാൻ നീ ആരാണോടോ എന്നാ ചോദിക്കും. അപ്പൊ ഇത് അറേബ്യൻ ജാഹിലിയത്തിന്റെ സമ്പ്രദായമാണ്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ജാഹിലിയത്തിൽ നിലനിന്നിരുന്ന 4 കാര്യങ്ങളുണ്ട്, അത് അവർ ഉപേക്ഷിക്കാറേയില്ല, അത് ഇന്നും പലരും നിലനിർത്തുന്നുണ്ട് എന്നാണ് അള്ളാഹുവിന്റെ റസൂൽ പറയുന്നത്. ഒന്നെന്താ എണ്ണിയത്? അൽ ഫഖ്റു ഫിൽ അഹ്സാബി, തറവാടിന്റെ പേരിൽ മേന്മ പറയാ. ഈ പറഞ്ഞ തന്നെ സ്വന്തം തറവാടിന്റെ മേന്മ പറയൽ മാത്രമല്ല, വത്വഇനു ഫിൽ അൻസാബി, കുടുംബബന്ധം പറഞ്ഞിട്ട് കുത്തി പറയും ചെയ്യും. ഓന്റെ ഒക്കെ തറവാട്, ഓന്റെ കുടുംബമൊക്കെ ചെന്ന് ചേരുന്ന ആളെ എവിടെയാണെന്ന് എനിക്കറിയാലോ, ഓന്റെ വാപ്പാനി ഇപ്പാപ്പാനി ഇപ്പാപ്പാന്റെ പാപ്പാനി കുത്തി പറയും. ത്വഇനു ഫിൽ അൻസാബ്.